വലഖദ് ഖലഖനൽ ഇൻസാൻ, മനുഷ്യനെ സൃഷ്ടിച്ചവൻ നാമാണ്. വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു, അവന്റെ മനസ്സ് മന്ത്രിക്കുന്നത് പോലും എനിക്കറിയാം. വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്, അവന്റെ നാഡിഞരമ്പുകളെക്കാളും ഞാൻ അടുത്തുള്ളവനാണ്. അല്ലാഹു പറയുന്ന മനുഷ്യരെ, നിങ്ങളുടെ നാഡിഞരമ്പുകളെക്കാളും ഞാൻ അടുത്തുള്ളവനാണ്. ആ അല്ലാഹുവിലേക്ക് അടുപ്പിക്കാൻ മറ്റൊരു മീഡിയേറ്ററുടെ ആവശ്യമുണ്ടോ? ആ അല്ലാഹുവിലേക്ക് അടുപ്പിക്കാൻ മറ്റൊരാളുടെ ആവശ്യമുണ്ടോ? അല്ലാഹു പറയുന്നു, നിങ്ങളുടെ നാഡിഞരമ്പുകളെക്കാളും ഞാൻ അടുത്തുള്ളവനാണ്. തീർന്നില്ല. സൂറത്ത് ബഖറ 186-ാമത്തെ വചനമുണ്ടല്ലോ, വൈദാ സഅലക ഇബാദി അന്നീ ഫഇന്നീ ഖരീബ്. നബിയെ, എന്നെ കുറിച്ച് ഞാനും എന്റെ അടിമ താങ്കളോട് ചോദിക്കുമ്പോ അങ്ങ് പറഞ്ഞു കൊടുക്കേണ്ട മറുപടി എന്താ? ഫഇന്നീ ഖരീബ്, ഞാൻ വളരെ അടുത്തുള്ളവനാണ്, ഞാൻ സമീപസ്ഥനാണ്. ഉജീബു ദഅവത ദാഇ ഇദാ ദഅാനി, എന്നോട് തേടിക്കോ, ഞാൻ ഉത്തരം നൽകാം. തേടുന്നവൻ എന്നോട് തേടിയാൽ ഞാൻ അവന് ഉത്തരം കൊടുക്കാം. അല്ലേ? അള്ളാഹു സമീപസ്ഥനാണ്, നാടിഞരമ്പുകളെക്കാളും അടുത്തുണ്ട്, തേടിക്കോ, ഞാൻ ഉത്തരം നൽകാം. ഈ 3 കരാർ പടച്ചോൻ തരുമ്പോ ആ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ നമുക്കൊരാളുടെ ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോഴും നമ്മുടെ സമൂഹത്തിന് റസൂലുള്ളാഹി പറഞ്ഞൊരു ഹദീസാണ്. നമ്മൾ സാധാരണ മദീനയിലൊക്കെ ചെന്നാലേ, ബക്കീന്റെ ഖബർസ്ഥാനിലൊക്കെ ചെന്ന്, അവിടെയൊക്കെ സൗദി ഗവൺമെന്റ് ഉഹുദിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, അവിടെയുള്ള ശുഹദാക്കളോടൊന്നും തേടാൻ പാടില്ല. അതിന് കാരണം ഒരു ഹദീസ് കൊടുത്തിട്ടുണ്ട്, ഇദാ സഅൽത ഫസ്അലില്ലാഹ് വഇദാ സ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ നമ്മളോട് പറയുകയാണ്, ചോദിക്കുന്നുവെങ്കിൽ അല്ലാഹുവിനോട് ചോദിച്ചോ, സഹായം തേടുന്നുവെങ്കിൽ അതും അല്ലാഹുവിനോട് തേടിക്കോ എന്നവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് സഹായതേറ്റം അല്ലാഹുവിനോട്, തേടുന്നുവെങ്കിൽ അല്ലാഹുവിനോട്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നാഥാ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായതേറ്റം നടത്തുന്നു. നിന്നെ മാത്രം ആരാധിക്കുന്നു, നിന്നോട് മാത്രം സഹായം തേടുന്നു. അപ്പൊ പഠിച്ചവനോടല്ലേ പറ്റൂ. അപ്പൊ നമ്മൾ ചോദിക്കാം, അപ്പൊ നമ്മുടെ രോഗം വന്നാൽ ഡോക്ടറെ സഹായിക്കണേ ചോദിക്കണില്ലേ? അതുപോലെ അല്ലല്ലോ മൊയ്യദീശയെ രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇവിടെ മരവട്ടത്തുള്ള ആൾ, ഇവിടെ ഗവൺമെന്റ് ഒരു ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് രോഗം വന്നാൽ ആ ഡോക്ടറുടെ മുമ്പ് പോയി നമ്മൾ പറയും, എന്റെ കുട്ടിയുടെ രോഗം മാറ്റി തരണം, അല്ലേ? ഡോക്ടറോട് പറയും. അതെന്തടിസ്ഥാനത്തിലാ? ഒരു കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാ. മനുഷ്യന്റെ ഹ്യൂമൻ ബോഡിയെ കുറിച്ച് ഡോക്ടർ പഠിച്ചിട്ടുണ്ട്. ഈ രോഗം നിർണയിച്ചതിന് മരുന്ന് നിർണയിക്കാൻ ഡോക്ടർ പഠനം നടത്തിയ അടിസ്ഥാനത്തിലാ. ഞാൻ ചോദിക്കട്ടെ, ആ ഹോസ്പിറ്റലിൽ ഡോക്ടർ മരിച്ചുപോയി എന്ന് വിചാരിക്കാം. രണ്ടാമത് നമ്മുടെ കുട്ടിക്ക് പനി വന്ന ഡിസ്പെൻസറിയിൽ അല്ലെ ഹോസ്പിറ്റലിന് മുന്നിൽ പോയി നിന്നിട്ട്, ഡോക്ടറെ അതുപോലത്തെ പനി വീണ്ടും വന്നിട്ടുണ്ടെന്ന് മാറ്റി തന്നെ നമ്മൾ പറയോ? പറയില്ല. എന്തേ? ഡോക്ടർ മരിച്ചു. അല്ലെ കോഴിക്കോട്ടേക്ക് ഡോക്ടർ ട്രാൻസ്ഫർ ആയി എന്ന് വിചാരിക്കാം. വീണ്ടും നമ്മൾ മരവട്ടത്തിൽ ഇരുന്നിട്ട്, ഡോക്ടറെ എന്റെ കുട്ടിക്ക് സുഖമില്ലാണ്ടായിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് വീണ്ടും ഒന്ന് മരുന്ന് കുറിക്കണം, ഇവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ പറയില്ല. എന്തുകൊണ്ടേ? നമുക്കറിയാം അത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്താണ്. മുഹ്യിദ്ദീൻ റഹ്മത്തുള്ളാഹി അലൈഹി അങ്ങനാണോ? അദ്ദേഹം വിട പറഞ്ഞു പോയില്ലേ? നമ്മൾ പറയുന്ന ഷേഖിനെ തള്ളി പറയല്ല, ഒറിജിനൽ ഷേഖിന്റെ മാർഗത്തിലേക്ക് നിങ്ങൾ വാ. ആ ഷേഖിനെ പഠിച്ചാൽ ഒരു പ്രശ്നമില്ല. ആ ഷേഖിനെ മൂടി വെച്ച് കോഴിക്കോട്ടുകാരൻ സങ്കല്പത്തിൽ ഉണ്ടാക്കിയ ഒരു ഷേഖിന്റെ പിന്നാലെയാ ഇപ്പൊ നമ്മളുടെ യാത്ര, അല്ലേ? അപ്പൊ നിങ്ങൾ ആലോചിച്ചോക്ക്, മുഹ്യിദ്ദീൻ റഹ്മത്തുള്ളാഹി അലൈഹി, ഡോക്ടർ മുഹ്യിദ്ദീൻ MBBS MD ഓർത്തോ എന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതി വെച്ചിട്ടില്ല, വീണ കാല് പൊട്ടിയാൽ ഷേഖ എന്ന് വിളിക്കാൻ ഇല്ലല്ലോ, അവിടെ പോയി ചോദിക്കാൻ. അദ്ദേഹം പോയി. ഇത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തുള്ള തേട്ടാൻ, അതുകൊണ്ട് അത് പറ്റില്ല. ഇനി നമ്മൾ വിചാരിക്കുന്നത് അങ്ങനെ കബറിൽ കിടക്കണവരൊക്കെ ഇപ്പൊ ഇവിടുന്ന് വിളിച്ചൊക്കെ കേൾക്കും, അല്ലേ? ശേഖനെ വിളിച്ചാൽ അങ്ങനല്ലേ? വല്ല നീലത്തീന്നും എന്നെ വീളിപ്പോർക്ക് വായിക്കൂടാതു തീരം ചെയ്യും ഞാനെന്നോവർ. ലോകത്തിന്റെ എവിടെ നിന്ന് ആര് ഏതൊക്കെ ഭാഷയിലൂടെ വിളിച്ചാലോ അത് മുഴുവനും ഞാൻ കേൾക്കുമെന്ന് ഷെയ്ഖ് പറഞ്ഞിട്ടില്ലേ എന്നാണ് പാവപ്പെട്ടവന്റെ മനസ്സിലെ ധാരണയെങ്കിൽ അത് ഷെയ്ഖ് പറഞ്ഞതല്ല, മറിച്ച് കോഴിക്കോട്ടുകാരൻ ഖാദി മുഹമ്മദ് പറഞ്ഞതാ. ഷെയ്ഖ് പറഞ്ഞത് എന്താണെന്നറിയോ? അല്ലാഹു അല്ലാത്തവരെ നിന്റെ മനസ്സിലൂടെ സ്ഥാപിച്ചുകൊണ്ട് നാവ് കൊണ്ട് നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് കാര്യമില്ല. നീ
ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നവെങ്കിൽ നിന്റെ ഹൃദയവും ലാ ഇലാഹ ഇല്ലല്ലാഹ് പോലെ ശുദ്ധമായിരിക്കണമെന്നാ. അത് ശൈഖ് പഠിപ്പിച്ച വാക്കല്ല, ഇത് കോഴിക്കോട്ടുകാരൻ ഖാദി മുഹമ്മദിന്റെ വാക്കാ. അദ്ദേഹം പറഞ്ഞ എവിടെ നിന്ന് വിളിച്ചാൽ ഉത്തരം കേൾക്കും അല്ലേ? ആ ഖബറിലുള്ള ആൾ അറിയോ? നിങ്ങൾ നോക്ക്, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖബറിലുള്ള ആളെ കേൾപ്പിക്കാൻ പറ്റുമോ? അതുകൂടെ നമ്മൾ പരിശോധിച്ചു. അല്ലാഹുവിന്റെ ഖുർആൻ പറയാൻ ആർക്ക്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. ഇത് പറയുമ്പോൾ റസൂലുള്ളാഹിനെ നിന്ദിക്കാനാ? ഇല്ല. ഞാൻ പറയണ ആയത്തിന്റെ പരിഭാഷ നിങ്ങൾ സമസ്തക്കാരുടെ പരിഭാഷ നോക്കിക്കോ. 35-ാമത്തെയും സൂറത്ത് ഫാത്തിർ 19 മുതൽ 22 കൂടിയ ആയത്ത് എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, വമാ യസ്തവിൽ അമാ വൽ ബസീർ വലൽളുലുമാത് വലന്നൂർ വലല്ലില്ലു വലൽ ഹറൂർ വമാ യസ്തവിൽ അഹ്യാഉ വലൽ അംവാത് വമാ യസ്തവിൽ അമാ വൽ ബസീർ. കണ്ണ് കാണുന്നവനും കാണാത്തവനും സമമല്ല. വലൽളുലുമാത് വലന്നൂർ, ഇരുട്ടും വെളിച്ചവും എന്നുള്ളതും സമമല്ല. വലല്ലില്ലു വലൽ ഹറൂർ, വെയിലും തണലും എന്നുള്ളതും സമമല്ല. വമാ യസ്തവിൽ അഹ്യാഉ വലൽ അംവാത്, ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരും സമമല്ല. 4 പോയിന്റാണ് അല്ലാഹു പറയുന്നത്. ഇത് 4ഉം സമമല്ല. കണ്ണ് കാണുന്നവനും കാണാത്തവനും സമമല്ല, ഇരുട്ടും വെളിച്ചവും സമമല്ല, വെയിലും തണലും സമമല്ല, ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരും സമമല്ല. ഏതെങ്കിലും ഒരു മണ്ടം പറയോ ഇത് 4ഉം സമാണ്? അല്ല. ഉറപ്പാണല്ലോ? ഉറപ്പാണ്. എന്ന 4 കാര്യം പറഞ്ഞ് അരക്കെട്ടുറപ്പിച്ച് 5-ാമത്തെ പോയിന്റ് എന്താണെന്നറിയോ? 4-ാമത്തെ ആയത്ത് കണ്ടിന്യൂ ആണ്. അവിടെ അല്ലാഹു സ്ഥാപിക്കുന്ന വിഷയം എന്താ? ഇന്നല്ലാഹ യുസ്മിഉ മൻ യശാ, അല്ലാഹു ഉദ്ദേശിക്കുന്നവരെ അവൻ കേൾപ്പിക്കുന്നവനാണ്. വമാ അൻത ബിമുസ്മിഇൻ ഫിൽ ഖുബൂർ, നബിയേ താങ്കള് ഖബറിലുള്ളവരെ കേൾപ്പിക്കുകയില്ല റസൂലേ. ഇത് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്. ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരും സമമല്ലാത്ത പോലെ, കണ്ണ് കാണുന്നവനും കാണാത്തവനും സമമല്ലാത്ത പോലെ, ഇരുട്ടും വെളിച്ചവും സമമല്ലാത്ത പോലെ, വെയിലും തണലും സമമല്ലാത്ത പോലെ അല്ലാഹു കേൾപ്പിക്കുന്നുണ്ട്. എന്നാൽ നബിയേ താങ്കൾക്ക് ഖബറിലുള്ളവരെ കേൾപ്പിക്കാൻ സാധ്യമല്ല. താങ്കൾക്ക് ഖബറിലുള്ളവരെ കേൾപ്പിക്കാൻ സാധ്യമല്ല. ഇതല്ല